ഗുഡ് മോർണിംഗ്. ഉണ്ടാകലേ എന്താ പനി മാറിയോ? ഓളെന്താ കഴിച്ചു രാവിലെ? നീടാ നീ എന്താ കഴിച്ചു? ഉമ്മ എവിടെ? പറഞ്ഞതേ ഉള്ളൂ അച്ഛനെ കാണണോന്ന്. അതുകൊണ്ടല്ലേ അച്ഛൻ വന്നത്. അച്ഛന്റെ പൊന്നുമോള് വാ. എന്റെ മോളാ അമ്മു. എനിക്കറിയാം. ഇത് മോൾക്ക് കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട്? ഹായ്, നല്ല പാവക്കുട്ടി. ആന്റി, താങ്ക്സ് ആന്റി. ഇപ്പൊ മനസ്സിലായോ? മീര എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കക്ഷിയെ ഇഷ്ടപ്പെട്ടതെന്ന്. കമ്മീഷണർക്ക് ഒരു മോളുള്ള കാര്യവും അവളുടെ അസുഖ കാര്യവും എല്ലാം എനിക്കറിയായിരുന്നു. മരിച്ചുപോയ മോളുടെ അമ്മയെ കുറിച്ച് പോലും ചോദിക്കാതിരുന്നത് എല്ലാം സമയമാവുമ്പോ ആകാന്ന് കരുതിയ. എന്റെ അമ്മയെ കൊന്നതാ കള്ളന്മാര് അല്ലേ അച്ഛാ? Is it true? ഇപ്പോ മീരയ്ക്കെന്റെ മുഴുവൻ കഥകളും അറിയില്ല. നിങ്ങൾക്കൊക്കെ മീശ ചുരുട്ടി പേടിപ്പിക്കുന്ന ധിക്കാരിയായ രാമനാഥനെ അറിയും, രാക്ഷസനായ രാമനാഥൻ. പക്ഷേ മീരയ്ക്ക് അറിയാത്ത ഒരു രാമനാഥൻ 8 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നു. പ്രാണനേക്കാൾ വലുത് സത്യവും നീതിയുമാണെന്ന് വിശ്വസിച്ചിരുന്ന, പച്ചനോട്ടുകൾക്ക് മുമ്പിൽ പതറാത്ത, മദ്യം കൈകൊണ്ട് തൊടാത്ത ജെന്റിൽമാൻ രാമനാഥൻ. വയറു പൊരിയുമ്പോൾ ഒരുപിടി ചോറ് മോഷ്ടിക്കുന്നവനല്ല, ഭരണത്തിന്റെ ഇടനാഴികളിൽ പതിയിരിക്കുന്ന പൊളിറ്റിക്കൽ ലിസാർഡുകളാണ് യഥാർത്ഥ ക്രിമിനൽസ് എന്ന് തിരിച്ചറിഞ്ഞ കാലം. അങ്ങനെ ഒരു ക്രിമിനൽ രാമനാഥന്റെ ഹിറ്റ് ലിസ്റ്റിലെ 1ാം പേരുകാരനായി. സുലൈമാൻ റാവുത്തർ. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെയും അവരെ ഭരിക്കുന്ന ബ്യൂറോക്രാറ്റുകളുടെയും കണ്ണുലുണ്ടിയാണ് സുലൈമാൻ എന്നറിഞ്ഞിട്ടും ചങ്കുറപ്പോടെ അയാളെ കയ്യാമം വെച്ച് ഞാൻ തുറുങ്ങിലടച്ചു. പത്രങ്ങളും മാധ്യമങ്ങളും ആദർശധീരനായ രാമനാഥനെ വാനോളം പുകഴ്ത്തി. പക്ഷേ സുലൈമാൻ റാവുത്തറുടെ അറസ്റ്റിൽ ഞെട്ടിവിറച്ച അധികാരി വൃന്ദവും അവരെ സേവിച്ച ഡിപ്പാർട്ട്മെന്റിലെ എന്റെ ഏമാന്മാരും കൂടെ എനിക്ക് തന്ന എന്താണെന്ന് മീരയ്ക്കറിയോ? സ്നേഹം കൊണ്ട് പൊതിഞ്ഞ, സന്തോഷം കൊണ്ട് നിറഞ്ഞ എന്റെ കൊച്ചു കുടുംബത്തെ പിച്ചു ചീന്തി പെട്ടിയിലാക്കി അവരെനിക്ക് സമ്മാനമായി തന്നു. രാത്രി ഇരുട്ടിന്റെ മറവിൽ മാരകായുധങ്ങളുമായി വന്ന സുലൈമാന്റെ ഗുണ്ടകൾ എന്നെ ചതിച്ചു വീഴ്ത്തി. എന്റെ കൺമുമ്പിലിട്ടവർ എന്റെ മായെ കൊന്നു. 2 വയസ്സുണ്ടായിരുന്ന എന്റെ അമ്മമോളെ പോലും ഒരു വെറുതെ വിട്ടില്ല. ചവിട്ടേറ്റ് നടുവ് തറന്ന എന്റെ കുഞ്ഞ് അച്ഛന്റെ ആത്മാർത്ഥതയ്ക്കുള്ള ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി. ശരീരം മുഴുവൻ ഒടിഞ്ഞു തൂങ്ങിയ അസ്ഥിയുമായി കിടന്ന എന്നെ മരണം പോലും ഉപേക്ഷിച്ചു. മീരയ്ക്കറിയോ, ജീവനുമായി മല്ലിട്ട് ഞാൻ ആശുപത്രി കിടന്നപ്പോ എന്നെ തിരിഞ്ഞു നോക്കാൻ ഒരു നായിന്റെ മക്കളും ഉണ്ടായില്ല. നിയമം നടത്താൻ ജീവൻ പണയം വെച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ചികിത്സയ്ക്കായി ഒരു നയാ പൈസ പോലും ഡിപ്പാർട്ട്മെന്റിലെ തണ്ടികൾ ചെലവാക്കിയില്ല. എന്റെ മരണസമയം നോക്കിയിരുന്ന അവർക്ക് തെറ്റിപ്പോയി. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ രാമനാഥൻ ഉണർത്തെഴുന്നേറ്റു. എന്റെ മായയെ കൊന്ന, എന്റെ കുഞ്ഞിന്റെ ജന്മം നശിപ്പിച്ച 3 പേരെ ഞാൻ വകവരുത്തി. നിയമത്തിന്റെ ഒരു പഴുതു പോലും ഇല്ലാതെ. ഇനി ഒരുത്തനെ കൂടെ എനിക്ക് കിട്ടണം. കിട്ടും. വിഷമിക്കാതിരിക്കൂ. വീണ്ടും ഇതെല്ലാം ഓർമ്മിച്ചത് ഞാൻ കാരണമല്ലേ? സോറി. എന്തൊക്കെയോ മനസ്സിൽ അടക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു കഥയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സത്യം പറയട്ടെ, ഇന്നലെ തോന്നിയ എന്റെ 100 ഇരട്ടി ഞാൻ ഇന്ന് ഈ രാക്ഷസനെ ഇഷ്ടപ്പെടുന്നു. ചായ. രാമേട്ടന്റെ കഥ കേട്ടപ്പോ വിഷമം തോന്നിയല്ലേ? ചായ കുടിക്കേ. മുഖ്യമന്ത്രിയുടെ മോളല്ലേ? അതെ, മീര. ഞാൻ മാലതി. മീരയെ പറ്റി അപ്പു പറയാറുണ്ട്. ആളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. രാമനാഥൻ സാറിന്റെ ഭാര്യയുടെ അനിയത്തിയാ. അമ്മുവിന്റെ കൂടെ ഇവിടെ തന്നെയാണോ? അതെ, അമ്മമോളെ പോലെ തന്നെയാ എനിക്ക് മറ്റു കുഞ്ഞുങ്ങളും. രാമേട്ടൻ നടത്തുന്ന സ്ഥാപനം ആയതുകൊണ്ട് എനിക്കിത് വീടായി. അനാഥയായിട്ട് വളർന്നതുകൊണ്ടാവാം അനാഥ കുട്ടികളെ എന്നും എനിക്ക് ജീവനായിരുന്നു. രാമേട്ടനും ഞങ്ങളെപ്പോലെ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അനാഥരുടെ ഒരു കുടുംബമായിരുന്നു. ഈ അനാഥാലയങ്ങളെല്ലാം നിങ്ങൾ നടത്തുന്നതാണോ? അതെ, ഇതുപോലെ 10ഓളം അനാഥാലയങ്ങളിലായി 3000ഓളം കുട്ടികളുണ്ട്. അന്ധരും മൂകരും മാനസിക രോഗികളുമായിട്ടുള്ളവരാണ് അധികവും. ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ട് ഇതിന് നടത്തിപ്പിനായി.
പക്ഷേ ആരോടും ഞങ്ങൾ പൈസ പിരിക്കാറില്ല. എല്ലാം രാമേട്ടൻ തരുന്നതാ. ഇതെല്ലാം നോക്കി നടത്തുന്നത് ഞാൻ തന്നെ. കുറെ ജോലിക്കാരും ഉണ്ട്. പിന്നെ അപ്പൂ സഹായിക്കും. എനിക്ക് മാലതിയോട് ബഹുമാനം തോന്നുന്നു. ഈ കൊച്ചു പ്രായത്തിൽ ഇത്ര വലിയ ത്യാഗം ചെയ്യാന്ന് വെച്ചാ. ത്യാഗമോ? ഇതെന്റെ ആഗ്രഹമാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ലോകത്ത് രാമേട്ടനും അമ്മുവുമായി ഇതുപോലെ ജീവിച്ച് മരിച്ചാൽ മാത്രം മതി എനിക്ക്.